നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാലക്കാട് കൈപ്പഞ്ചേരി ക്ഷേത്ര ചുമരുകൾക്കിനി അഴകേറും. ചുറ്റമ്പല ഭിത്തിയിൽ കാഴ്ചവിസ്മയം തീർത്ത ചുമർ ചിത്രങ്ങൾ. പുനർജനിക്കുന്നത് ആധ്യാത്മിക കഥകൾ. വനക്കാഴ്ച ആസ്വദിച്ച് ജീപ്പ് യാത്ര നടത്താം. സഞ്ചാരികളുടെ ഇഷ്ടയിടമായി ഇടുക്കിയിലെ കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം. കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ വളാഞ്ചേരി നഗരസഭ. പഠനം 9 മുതൽ 11 വരെ പ്രായമുള്ള കുട്ടികൾക്ക്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കം. വിവിധ വിഷയങ്ങളിൽ സെമിനാർ നടക്കും. കലാപരിപാടികളും കാർഷിക മേളയും തുടങ്ങി. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടത്തുള്ള പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിന് അഴകേകാൻ ചുമർ ചിത്രം ഒരുങ്ങുന്നു. ക്ഷേത്ര ചുറ്റമ്പല ഭിത്തിയിലാണ് കാഴ്ചവിസ്മയം തീർക്കുന്ന ആധ്യാത്മിക കഥകൾ പുനർജനിക്കുന്നത്. ആധ്യാത്മരാമായണം, ശ്രീരാമ പട്ടാഭിഷേകം, ശക്തി പഞ്ചാക്ഷരിയും അനുബന്ധ കഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചുമർ ചിത്രങ്ങളാണ് പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നത്. ക്ഷേത്ര ചുറ്റമ്പല ഭിത്തിയിലാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നത്. ആമക്കാവ് കോളഞ്ചേരി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തിരുവട്ടാറ് ആദികേശവ പെരുമാൾ കോവിലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ വർക്ക് തീർന്നിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. അതിലും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഈ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ക്ഷേത്രത്തിൽ സമർപ്പണ ദിനമായി ആഘോഷിക്കുന്ന ഡിസംബർ 31-ന് ചുമർ ചിത്രങ്ങളുടെ സമർപ്പണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. ഈ വർഷത്തെ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഭിത്തിയുടെ മുകളിൽ ഫുള്ളായിട്ട് മ്യൂറൽ ചിത്രങ്ങൾ രചിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. 15 മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ചുമർ ചിത്രവര പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ആധ്യാത്മിക കഥകൾക്കൊപ്പം പാർവതി ചമയം, ഗണപതി പൂജ, ബ്രഹ്മാവ്, സരസ്വതി, ദക്ഷിണാമൂർത്തി തുടങ്ങിയ ചിത്രങ്ങളും ആലേഖനം ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കാനന കാഴ്ചകൾ ആസ്വദിച്ചൊരു ജീപ്പ് യാത്ര. പാറക്കൂട്ടങ്ങളിൽ തട്ടി ചിന്നിച്ചിതറിയെത്തുന്ന വെള്ളച്ചാട്ടത്തിലേക്കുള്ളി. ഇടുക്കി കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ്. ആ കാഴ്ചകളിലേക്കാണ്. കടുത്ത വേനലിലും തണുത്ത അന്തരീക്ഷം, ചുറ്റും കാടിന്റെ വശ്യത, പാറക്കെട്ടുകളിലൂടെ ചിതറിയെത്തി അധികം ആഴമില്ലാതെ പതിക്കുന്ന വെള്ളച്ചാട്ടം. പുതിയ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാവുകയാണ് കല്ലേറ്റുപാറ. വളക്കോട്ടിൽ നിന്നും കണ്ണമ്പടി ഗോത്രഗ്രാമത്തിലേക്കുള്ള പാതയോട് ചേർന്നാണ് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഉൾവനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാട്ടരുവി പതിക്കുന്ന ഇടം. വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കേട്ടറിഞ്ഞ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ആർക്ക് വേണേലും ഒരു ടിക്കറ്റും ഇല്ലാതെ ഫ്രീ ആയി വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോടൊപ്പം കൂടെയും എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ അവരെ ഏറ്റെടുക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ നന്നായി ഈ സ്ഥലം കാത്തു സൂക്ഷിച്ച് ഭാവിയിലുള്ള തലമുറയ്ക്കും കൂടെ ഇത് ആസ്വദിക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വർഷം മുഴുവൻ ലഭിക്കുന്ന തണുത്ത കാലാവസ്ഥയാണ് കല്ലേറ്റുപാറയെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. നീന്തൽ പരിശീലനം ആരംഭിച്ച് വളാഞ്ചേരി നഗരസഭ. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി. വളാഞ്ചേരി നഗരസഭയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നീന്തൽ പരിശീലന പദ്ധതിക്കാണ് തുടക്കമായത്. കുട്ടികളുടെ ജലവൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഫിറ്റ്നസ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് പദ്ധതി. കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളത്താണ് നീന്തൽ പരിശീലനം. 2023-24 വാർഷിക പദ്ധതിയിൽ നഗരസഭ തനത് ഫണ്ട് വെച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കണം എന്ന ഒരർത്ഥത്തിലാണ് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ
തീരുമാനപ്രകാരം നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ വികസന പദ്ധതികളുടെ കാഴ്ചപ്പാട് പ്രകാരവും ഇത്തരമൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. നഗരസഭയിൽ സ്ഥിരതാമസമുള്ള 4, 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ട പരിശീലനം. മികച്ച നീന്തൽ പരിശീലകനായ നിലൂഫറിന്റെ നേതൃത്വത്തിലാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം. ആദ്യം കുട്ടികളുടെ നിലവിലെ നിലവാരം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് വരുന്നവരെ ഫാസ്റ്റായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. കുറച്ച് വേഗത കുറഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ക്യാമ്പായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുത്തിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. ഇപ്പോൾ നീന്തൽ മത്സരം നീന്തൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരാളുടെ എല്ലാ അവയവങ്ങളും ഒരേ സമയം ചലിക്കുന്ന ഇതാണ് സ്വിമ്മിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വിമ്മിങ്ങിലൂടെ പിന്നെ ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. വേറെ ഏത് എക്സസൈസ് നടത്തുമ്പോഴും ആ ഒരു അവയവം മാത്രമാണ് ചലിക്കുക. പക്ഷേ നീന്തൽ മത്സരം അല്ലെങ്കിൽ നീന്തലിലൂടെ നമുക്ക് ഒരു മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും ഒരേ സമയം ചലിക്കുന്ന അല്ലെങ്കിൽ ഒരേ സമയം എക്സസൈസ് ചെയ്യുന്ന സംവിധാനം നമുക്കുണ്ട്. ശാസ്ത്രീയമായ പരിശീലനത്തോടൊപ്പം നീന്തൽ സ്ട്രോക്കുകൾ, ടെക്നിക് ഡ്രില്ലുകൾ എന്നിവയും പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. നാടൻ പാട്ടിനായി ഒന്നിച്ചിരിക്കുകയാണ് ഇടുക്കി ഉപ്പുതുറയിലെ ഒരു കൂട്ടം കലാകാരന്മാർ. ആനപ്പളം ഈഗിൾസ് എന്ന പേരിൽ കലാസമിതി ഉണ്ടാക്കി. പരമ്പരാഗതമായി കൈമാറി വന്ന ഇനത്തെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവർ. 20ഓളം കലാകാരന്മാരാണ് കൂട്ടായ്മയിലുള്ളത്. നാട് പൊലിയുക നടവഴി പൊലിയുക, നാട് പൊലിയുക നടവഴി പൊലിയുക. കേരളത്തിന്റെ ഓരോ പ്രദേശത്തും കൈമാറി വന്ന നാടൻ പാട്ടുകൾ വ്യത്യസ്തമാണ്. ഓരോ മേഖലയിലും നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥകളും സംസ്കാരവും കാർഷിക രീതികളും കോർത്തിണക്കിയാണ് നാടൻ ശീലുകൾ രൂപപ്പെട്ടിരുന്നത്. മലനാടിന്റെ ആചാരങ്ങളും സംസ്കാരങ്ങളും സമന്വയിപ്പിച്ച നാടൻ വാമൊഴിയിലുള്ള പാട്ടുകളെ പുതുതലമുറയ്ക്കായി അവതരിപ്പിക്കുകയാണ് ആനപ്പളം ഈഗിൾസ്. ഞങ്ങളുടെ അപ്പനപ്പന്മാർ പാടിത്തന്നതും പറഞ്ഞതുമായ ഗാനങ്ങൾ പെറുക്കിയെടുത്ത് ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് ആനപ്പള്ളം കലാസമിതി അല്ലേ സമിതി വീണ്ടും ആളുകളെ കൂട്ടുകയും ഈ അന്യം നിന്ന് പോകുന്ന ഈ നാടൻ കലകളെ വീണ്ടും വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം കൂടിയാണ് ഞങ്ങളുടെ ഈ ഉദ്ദേശം. പുതുതലമുറയിൽ നാടൻ കലാരൂപങ്ങളോട് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുവാനും ഇവർ പദ്ധതിയൊരുക്കുന്നു. കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്ത് നാടൻ കലകളെ കൂടുതൽ സജീവമാക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ന്യൂസ് 18 ഇടുക്കി. എൻഡോസൾഫാൻ അവശിഷ്ടം കുഴിച്ചിട്ട കാസർഗോഡ് മിഞ്ചിപ്പറമ്പ് നെഞ്ചംപറമ്പിൽ കേന്ദ്ര സംഘം എത്തി. അനധികൃതവും അശാസ്ത്രീയവുമായി എൻഡോസൾഫാൻ കുഴിച്ചിട്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. എൻഡോസൾഫാൻ അവശിഷ്ടം കുഴിച്ചിട്ട മിഞ്ചിപ്പതവ് നെഞ്ചംപറമ്പിലേക്ക് കേന്ദ്ര സംഘം എത്തി. അനധികൃതവും അശാസ്ത്രീയവുമായി എൻഡോസൾഫാൻ കുഴിച്ചിട്ടെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്കും PCKയ്ക്കും ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. മൈസൂരിൽ നിന്നുള്ള സംഘമാണ് പ്രദേശത്തെത്തിയത്. പ്ലാന്റേഷൻ ഓഫീസിലും ഗോഡൌണിലും സംഘം പരിശോധന നടത്തി. കേരള കർണാടക മലിനീകരണ ബോർഡിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. before honorable judge for consideration. What is public demand? Analysis results of the samples collected will be presented before honorable judge for further consideration. പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിലെ ഒഴിഞ്ഞ കിണറിൽ എൻഡോസൾഫാൻ അവശിഷ്ടം തള്ളിയത് അവിടുത്തെ ഭൂഗർഭജലം മലിനമാക്കിയെന്ന് കാണിച്ച് ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ രവീന്ദ്രനാഥ് ഷാൻഭോഗാണ് പരാതി നൽകിയത്. 2013 ഉപയോഗിക്കാത്ത എൻഡോസൾഫാൻ കണ്ടെയ്നറുകൾ കിണറിൽ തള്ളിയതായി സുരക്ഷാ ജീവനക്കാരൻ മൊഴി നൽകിയത്. മിഞ്ചിപ്പതവിനോട് ചേർന്ന കർണാടകയിലെ വില്ലേജുകളിലും എൻഡോസൾഫാൻ ഇരകളെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷാൻഭോഗ് ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. വാഗമണ്ണിൽ പെട്രോൾ പമ്പ് അനുവദിക്കണമെന്ന ആവശ്യത്തിന് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ അനുകൂല തീരുമാനം. അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമി സമർപ്പിച്ച നിവേദനത്തിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുകൂല നടപടിയുണ്ടായത്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് വാഗമണ്ണിൽ എത്തുന്നത്. ഇവിടെ പെട്രോൾ പമ്പുകളുടെ കുറവ് ചർച്ചയായിരുന്നു. തിരുവനന്തപുരം കോരാണി റോഡിൽ അപകട ഭീതി ഉയർത്തി ഇലക്ട്രിക് പോസ്റ്റ്. ചിറയൻകീഴ് റോഡിലെ പുലിമൂട് ജംഗ്ഷന് സമീപമാണ് പോസ്റ്റ് നിൽക്കുന്നത്. നാട്ടുകാരിൽ ഭീതി ഉണർത്തുകയാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ്.
ചുവട് ഭാഗം തുരുമ്പെടുത്ത് നശിച്ച പോസ്റ്റ് ഏത് നിമിഷവും നിലംപൊത്താം. ചിറയിൻകീഴ് റോഡിലെ പുളിമൂട് ജംഗ്ഷനിലാണ് ഈ പോസ്റ്റ്. തിരക്കേറിയ പാതയാണിത്. ഇരുഭാഗങ്ങളിലേക്കും വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത് കാരണമാണ് പോസ്റ്റ് ഇങ്ങനെ നിന്നു പോകുന്നത്. പോസ്റ്റ് നിലംപൊത്തിയാൽ വൻ ദുരന്തത്തിന് വഴിവെക്കും. വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന പാതയാണിത്. തൊട്ടടുത്തായി നിരവധി കച്ചവട സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. സമീപത്ത് പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ജംഗ്ഷനിൽ രാവിലെയും വൈകുന്നേരവുമായി എത്തുന്നത്. നിരവധി തവണ KSEB അധികാരികളെ മുമ്പ് നമ്മൾ നിവേദനങ്ങൾ നൽകുകയും പരാതികൾ സമർപ്പിക്കുകയും അവരെ നേരിട്ട് കൊണ്ടുവന്ന് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച്, ഈ ജീർണാവസ്ഥയെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് അവർ അവരുടേതായ രീതിയിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് മുട്ടാപ്പോക്കുകൾ പറഞ്ഞ് മാറിപ്പോയതെന്നല്ലാതെ ഈ ഒരു ജീർണാവസ്ഥ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാത്തൊരവസ്ഥയിലോട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ കണ്ടമട്ടില്ല. ന്യൂസ് 18 ചിറയിൻകീഴ്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. ഇതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. 30, 31 ജനുവരി 1 തീയതികളിലാണ് ശിവഗിരി തീർത്ഥാടനം. അവധിയായതോടെ ശിവഗിരിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കുണ്ട്. തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രഭാഷണ പരമ്പരയും കലാപരിപാടികളും തുടരുന്നുണ്ട്. ദേശീയ കാർഷിക മേളയും സസ്യപുഷ്പ ഫല പ്രദർശനവും വിപണന മേളയും തുടങ്ങി. 30 രാവിലെ ശിവഗിരിയിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കാരശ്ശേരി SK സ്മൃതി കേന്ദ്രത്തിൽ ശുചീകരിച്ച് പൂന്തോട്ട നിർമ്മാണം തുടങ്ങി. 3000 സ്നേഹാരമം പദ്ധതിയുടെ ഭാഗമായാണ് പൂന്തോട്ട നിർമ്മാണം. മുക്കം ഓർഫനേജ് MKH MM OVHSS M സ്കൂളിലെ വിദ്യാർത്ഥികളുടെ NSS ക്യാമ്പിന്റെ ഭാഗമായാണ് SK സ്മൃതി കേന്ദ്രം ശുചീകരിക്കുന്നത്. 3 ദിവസങ്ങളിലായാണ് പരിപാടി. ശുചീകരണത്തിന് ശേഷം പൂന്തോട്ടവും നിർമ്മിക്കും. 3000 സ്നേഹാരാമം നിർമ്മിക്കുക എന്ന സംസ്ഥാന ശുചിത്വ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനം. 20ഓളം വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി. NSS യൂണിറ്റുമായി ബന്ധപ്പെട്ട സപ്തദിന ക്യാമ്പിന്റെ സ്നേഹാരാമം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് SK സ്മൃതി കേന്ദ്രം ശുചീകരിച്ച് വൃത്തിയാക്കുകയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്. സ്മൃതി കേന്ദ്രം ശുചീകരിച്ച് ഒരു പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന എന്ന ഒരു ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര നിർവഹിച്ചു. ബഹുസ്വരം ചെയർമാൻ സലാം കാരമൂല അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർ അസീന തയ്യിൽ, ഡോക്ടർ A മനോജ്, G അബ്ദുൽ അക്ബർ, സലീം ലയനം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കാരശ്ശേരി. മലനാടിനെ ആവേശത്തിലാഴ്ത്തി ഇടുക്കി രാജാക്കാട് ഫെസ്റ്റ് പുരോഗമിക്കുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 31 സമാപിക്കും. ഹെലികോപ്റ്ററിൽ ഹൈറേഞ്ചിന്റെ മലനിരകളുടെ കാഴ്ചകൾ ആസ്വദിച്ചൊരു ആകാശയാത്ര, കാണികളെ മുൾമുനയിലാഴ്ത്തുന്ന മരണക്കിണർ, വിവിധതരം റൈഡുകൾ എന്നിങ്ങനെ ആവേശ കാഴ്ചകൾ നിരവധിയുണ്ട് ഫെസ്റ്റിൽ. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ഫെസ്റ്റ് നഗരിയിലേക്ക് ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത്. വിനോദത്തിനോടൊപ്പം വിജ്ഞാനോപാധികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപൂർവങ്ങളായ പക്ഷിമൃഗാദികളുടെ പ്രദർശനം, വൈവിധ്യമാർന്ന സ്റ്റാളുകൾ, ദിവസേന കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം തുടങ്ങി വ്യത്യസ്തമാർന്ന നിരവധി കാഴ്ചാനുഭവങ്ങൾ ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഏലം ഡ്രയറുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഇടുക്കിയിലെ ഏലം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക. ഏലം മേഖലയ്ക്കായി ഒറ്റ ഡ്രയർ യാർഡ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിന് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻപ് നെടുങ്കണ്ടം മുണ്ടിയെരുമ സ്വദേശി ഡ്രയറുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടിയുണ്ടായത്. 7 മാസങ്ങൾക്ക് മുൻപാണ് ഡ്രയറുകൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുവെന്ന് ആരോപിച്ച് മുണ്ടിയെരുമ സ്വദേശി ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചത്. കേസിൽ വാദം കേട്ട ട്രൈബ്യൂണൽ ഒറ്റ ഡ്രയർ യാർഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. ഡ്രയറുകൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്ന റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴും ഇത് പരിഗണിക്കാതെ ഇന്ധനവും പ്രവർത്തന രീതിയും സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏലം മേഖലയ്ക്കാകെ ഒരു ഡ്രയർ യാർഡ് ഒന്നിച്ച് ഇത് ഏലം ഉണങ്ങുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഏലം ഉണങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് റിന്യൂവബിൾ എനർജി, അതായത് നമ്മുടെ സോളാർ പോലെയോ അതല്ലെങ്കിൽ വിൻഡ് എനർജി പോലെയുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ LPG ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുന്നതിനുള്ള സംവിധാനം അതുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദമായ റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തോടും സംസ്ഥാന ഗവൺമെന്റിനോടും ഇപ്പോൾ NGT ഉത്തരവിട്ടിട്ടുണ്ട്. പരാതി നൽകിയ ആൾ പിന്നീട് പരാതി പിൻവലിച്ചെങ്കിലും കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒറ്റ ഡ്രയർ സംവിധാനമുണ്ടായാൽ ഏലം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. നിരവധി ചെറുകിട സംരംഭകർ കടക്കെണിയിലാകും. കർഷകർക്കും ഏലം ഉണക്കുന്നതിനായി കൂടുതൽ തുക ചരക്ക് നീക്കത്തിനടക്കം മുടക്കേണ്ടി വരും. ന്യൂസ് 18 ഇടുക്കി.
ചരിത്ര പ്രാധാന്യമുള്ള കാസർകോട്ടെ നീലേശ്വരം കോവിലകം ചിറ നാശത്തിന്റെ വക്കിലാണ്. ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നാണ് പരിപാലിക്കാൻ ആളില്ലാതെ നശിക്കുന്നത്. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ചിറയുടെ ഇരുഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്ന റോഡ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ജലാശയങ്ങളിലൊന്നായ കോവിലകം ചിറ സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. രാജവാഴ്ചയുടെ പ്രതാപകാലത്തിന്റെ നിരവധി ചരിത്ര സ്മാരകങ്ങളാണ് നീലേശ്വരത്ത് നാശോന്മുഖമാകുന്നത്. അതിലൊന്നാണ് കോവിലകം ചിറ. ചിറയുടെ 4 ഭാഗവും കാടുമൂടി അരികിടിഞ്ഞ അവസ്ഥയിലാണ്. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ചിറയോട് ചേർന്ന് ഇരുഭാഗങ്ങളിലൂടെയും കടന്നുപോകുന്ന റോഡ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നു. സമീപത്തെ തളിയിൽ ക്ഷേത്രത്തിലെ ആറാട്ടിനും പ്രശസ്ത ക്ഷേത്രമായ മന്നൻപുറത്തുകാവ് പൂരോത്സവത്തിനും ചിറയിലിറങ്ങി ആചാരകർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ചിറ സംരക്ഷിക്കാനോ നവീകരിക്കാനോ രാജകുടുംബം തയ്യാറാകുന്നില്ല. നഗരസഭ ഉൾപ്പെടെ നിരവധി ഏജൻസികൾ ചിറ നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും മുന്നോട്ട് വന്നെങ്കിലും എങ്ങും എത്തിയില്ല. നമ്മുടെ ചരിത്രാധിക കാലം മുതൽക്ക് തന്നെ ഇവിടെയുള്ളൊരു ചിറയാണിത്. അതായത് കോലനാടിൻ്റെ ചരിത്രം പറയുന്നുണ്ടെങ്കിൽ മാനാഞ്ചിറ മുതൽ നമ്മളെ കണ്ണൂർ ചിറക്കൽ കോവിലകത്തിൻ്റെ ചിറ അത്ര തന്നെ പഴക്കമുള്ള ഒരു ചിറയാണിത്. അന്നത്തെ രാജാക്കന്മാരെ അന്നത്തെ ആൾക്കാരുടെ കായിക ബലം കൊണ്ട് കൊത്തി വലിച്ചുണ്ടാക്കിയിട്ടുള്ള ചിറയാണ്. ഒരു കാലത്ത് ഇതിനെ കൈതോട്ട് ചിറ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുൻപ് ജില്ലാതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും ചിറയിൽ നടത്തിയിരുന്നു. മഴക്കാലത്ത് വെള്ളമുയർന്നതിനാൽ ചിറയേത് വഴിയേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി കോവിലകം ചിറ ശുചീകരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നഗരസഭ സർക്കാരിന് പ്രൊജക്ട് സമർപ്പിച്ചെങ്കിലും ചിറയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഉടമസ്ഥാവകാശം ലഭിച്ചാൽ ജലസേചന വകുപ്പും ചിറ സംരക്ഷിക്കാൻ തയ്യാറാണ്. സൗന്ദര്യവൽക്കരണം നടത്തിയാൽ കോവിലകവും അനുബന്ധ ചരിത്ര സ്മാരകങ്ങളും കൂട്ടിയിണക്കിയാൽ ടൂറിസം സാധ്യതകളും വികസിപ്പിക്കാൻ സാധിക്കും. കാടുമൂടിയ ചിറയിൽ ഇപ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നതും പതിവാണ്. നഗരസഭയിൽ നിന്ന് ഡ്രെയിനേജ് വഴിയെത്തുന്ന മാലിന്യങ്ങളും ചിറയിൽ പതിക്കാറുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആരംഭിച്ച ഷീ ലോഡ്ജ് വൻ ഹിറ്റായിരിക്കുന്നു. ആരംഭിച്ച 9 മാസം കഴിയുമ്പോൾ 24 ലക്ഷം രൂപയാണ് ലാഭം. 100 രൂപയാണ് ഇവിടെ ഡോർമെട്രിയിൽ ഒരു ദിവസത്തെ താമസത്തിന് ഈടാക്കുന്നത്. കൊച്ചി നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ രാത്രി കഴിയാൻ സുരക്ഷിതമായ ഒരിടം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ലോഡ്ജ്. 3 നിലകളിലായി 3 ഡോർമെട്രികൾ, 48 സിംഗിൾ റൂമുകൾ, 32 ഡബിൾ റൂമുകൾ എന്നിവയാണ് ഷീ ലോഡ്ജിലെ സൗകര്യം. ഒരേ സമയം 192 പേർക്ക് താമസിക്കാം. ഡോർമെട്രിക്ക് 100 രൂപ, സിംഗിൾ റൂമിന് 200 രൂപ, ഡബിൾ റൂമിന് 350 രൂപ എന്നിങ്ങനെയാണ് ദിവസവാടക. നിരക്ക് കുറവാണെങ്കിലും സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. സുരക്ഷിതത്വവും ഉറപ്പാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര തുച്ഛമായ വിലയിൽ നല്ല സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു റൂം, പിന്നെ ഭക്ഷണമാണെങ്കിലും സമൃദ്ധിയായിട്ട് കൊച്ചിയിൽ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, സേഫായിട്ട് തോന്നി. ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഫുഡ് സമൃദ്ധി ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ്. അപ്പോൾ പോയി കഴിക്കാം. റെന്റും ഒക്കെ അഫോർഡബിൾ ആണ്. ലൈബ്രറി, ഡൈനിങ് ഹാൾ, 24 മണിക്കൂറും കുടിവെള്ളം, അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ പ്രത്യേകതകളുണ്ട്. റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനുമെല്ലാം അടുത്തുള്ളതിനാൽ യാത്രയും എളുപ്പം. സുരക്ഷാ ജീവനക്കാരുൾപ്പെടെ 8 പേരുടെ സേവനവും ഇവിടെയുണ്ട്. കുടുംബശ്രീക്കാണ് നടത്തിപ്പ് ചുമതല. ഡോർമെട്രിക്കാണ് കൂടുതൽ ആവശ്യക്കാർ വരുന്നത് എങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് മുറികളിൽ വന്ന് പോകുന്നത്. ഭക്ഷണം താഴെ സമൃദ്ധിന്ന് അവർക്ക് 20 രൂപയ്ക്ക് കഴിക്കാം. ഇപ്പോൾ നമ്മൾ സബ്സിഡി മാറ്റിയതുകൊണ്ട് 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് മുറിയും 10 രൂപയ്ക്ക് ഊണെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിത് തുടങ്ങുമ്പോൾ ഉണ്ടായത്. സബ്സിഡി നിർത്തിയതുകൊണ്ട് നമ്മളിപ്പോൾ 20 രൂപയ്ക്കാണ് ഭക്ഷണം നൽകുന്നത്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ സമൃദ്ധി ഹോട്ടലിൽ നിന്ന് 20 രൂപയ്ക്ക് ഭക്ഷണം കൂടി ലഭിക്കുന്നതോടെ ആശ്വാസം ഇരട്ടിയാണ്. ചുരുക്കത്തിൽ കൊച്ചി പരമാര റോഡിലെ ഷീ ലോഡ്ജ് സുരക്ഷിതവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ നഗരവീഥികൾ ഇനി LED പ്രഭയിൽ പ്രകാശിക്കും. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 40 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി പൂർത്തിയാക്കുക. ഓരോ റോഡിന്റെയും സ്വഭാവവും ഘടനയും അനുസരിച്ചാണ് LED വിളക്കുകൾ സ്ഥാപിക്കുന്നത്. 40,400 LED ലൈറ്റുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നത്. 2000 സ്മാർട്ട് എനർജി മീറ്ററുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ലൈറ്റുകൾ IC4മായി ബന്ധപ്പെടുത്തി ഗ്രൂപ്പ് കൺട്രോൾ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കാനാകും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ തെരുവ് വിളക്കുകളുടെ വൈദ്യുതി ചെലവിൽ വലിയ കുറവുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കൊച്ചി കോർപ്പറേഷൻ. 20, 36, 50, 70, 110, 220 എന്നീ വാട്ടുകളിലുള്ള വൈദ്യുതി വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്.
എല്ലാ റോഡുകളിലും കൃത്യമായ വിളക്കുകൾ സ്ഥാപിക്കുന്നതോടെ അപകടങ്ങൾ ഒഴിവാക്കാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കും. സ്മാർട്ട് റോഡുകളിലെ LED ലൈറ്റ് സ്ഥാപിക്കൽ പൂർത്തിയാകാൻ സമയമെടുക്കും. മറ്റു റോഡുകളിൽ 687 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എബ്രഹാം മാടമാക്കൽ റോഡ്, ദർബാർ ഹാൾ ഗ്രൗണ്ട് റോഡ്, പാർക്ക് അവന്യൂ റോഡ്, പാർക്ക് അവന്യൂ ലിങ്ക് റോഡ്, ഷൺമുഖം റോഡ്, ബാനർജി റോഡ് എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. വരുന്ന ജൂണോടെ പദ്ധതി പൂർത്തിയാക്കും. ന്യൂസ് 18 കൊച്ചി. ബേപ്പൂർ അന്താരാഷ്ട്ര ജലമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡ്രോൺ ലൈറ്റ് ഷോ കാണികൾക്ക് ആവേശമായി. 250 ഡ്രോണുകൾ മറീന ബീച്ചിന്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. കേരളത്തിൽ ആദ്യമായാണ് ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നത്. ബേപ്പൂർ മറീന ബീച്ചിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുന്നിൽ അർദ്ധഗോളാകൃതിയിൽ ഡ്രോണുകൾ പറന്നുയർന്നു. ഐഡികളോടെ കടപ്പുറത്ത് തടിച്ചുകൂടിയ ആയിരങ്ങൾ ഡ്രോണുകളെ വരവേറ്റു. വെൽക്കം ടു ബേപ്പൂർ, കേരള ടൂറിസം ലോഗോ, ഗോഡ്സ് ഓൺ കൺട്രി, വളയങ്ങൾ, ലൈറ്റ് ഹൌസ്, ഓളപ്പരപ്പിൽ ഒഴുകുന്ന ബോട്ട്, ചലിക്കുന്ന മത്സ്യം, കഥകളി രൂപം, ഇന്ത്യൻ ഭൂപടം തുടങ്ങിയ ദൃശ്യങ്ങൾ ആകാശത്ത് തെളിഞ്ഞു. കേരളത്തിലെ ആദ്യ ഡ്രോൺ ഷോ ബേപ്പൂരിൽ നടത്തിയതിന്റെ സന്തോഷം സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് മറച്ചുവെച്ചില്ല. 2023 പുതുമ നിറഞ്ഞു. ആ പുതുമ നിറഞ്ഞതിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ വന്നിരിക്കുകയാണ്. മതസഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആശയം പരത്തുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ ഉത്സവമാണ്. അടിമുടി ജനകീയ കമ്മിറ്റിയാണ്. ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നു. നാടിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് കൈകോർത്ത് പിടിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള IIT സ്റ്റാർട്ടപ്പായ ബോട്ട് ലാബ് ഡൈനാമിക്സ് ആണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. ഇന്ന് രാത്രിയിലും വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഡ്രോൺ ഷോ ഉണ്ടാവും. ന്യൂസ് 18 കോഴിക്കോട്. നാടക സംവിധായകൻ പ്രശാന്ത് നാരായണന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം രാവിലെ 10 വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് കാലടിയിലെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഭീതി പരത്തി പടയപ്പ. ലോക്കാട് എസ്റ്റേറ്റിന് സമീപം റോഡിലിറങ്ങിയ പടയപ്പ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കുറ്റ്യാർവാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. വനപാലകർ മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ കാട് കയറ്റാൻ സാധിച്ചത്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഇരട്ടി സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഇടപ്പള്ളി ഷോറൂമിൽ വെച്ച് നടന്നു. ഒന്നാം സമ്മാനം തലച്ചിറ സ്വദേശി CR പ്രസന്നന് ലഭിച്ചു. വാങ്ങിയ സ്വർണത്തിന്റെ അതേ തൂക്കമായി 22 പവനാണ് സമ്മാനമായി ലഭിച്ചത്. രണ്ടാം സമ്മാനം പൂവാർ സ്വദേശി ജിസ്തിക്ക് വാങ്ങിയ സ്വർണ്ണാഭരണത്തിന്റെ പകുതി സ്വർണമായ 5 പവനും ലഭിക്കും. 0% പണിക്കൂലി എന്ന വിപ്ലവകരമായ നിലപാടിലൂടെ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അൽ മുക്താദിർ ജ്വല്ലറി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. നറുക്കെടുപ്പിന് AM ആരിഫ് MP നേതൃത്വം നൽകി. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ആമുഖ പ്രഭാഷണം നടത്തി. പദ്ധതി വൻ വിജയമായതോടെ രണ്ടാം പതിപ്പ് 2024 ജനുവരി 1 മുതൽ ജൂൺ വരെ നടക്കും. സ്വർണ്ണാഭരണം ഗവൺമെന്റിന്റെ ഗിഫ്റ്റ് ടാക്സ് കുറച്ച് ഞങ്ങൾ ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. രണ്ടാം സമ്മാനം അർഹരായവർക്കും അതുപോലെ മൂന്നാം സമ്മാനത്തിന് ഞങ്ങൾ ഉടനെ തന്നെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അവർ ഞങ്ങൾ കടയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. കൂടാതെ ഇനി വരുന്ന വിവാഹ പാർട്ടികൾക്ക് കൂടെ ഞങ്ങൾ ഇതേ പദ്ധതി ഇരട്ടി സ്വർണം പാർട്ട് 2 അത് ജനുവരി 1 മുതൽ ജൂൺ 30 വരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയ്ക്ക് വേണ്ടി നിരവധി സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടിയ ഒരാളുണ്ട് ഇടുക്കിയിൽ. പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലാണ് മൂവാറ്റുപുഴ സ്വദേശിയായ മധു മാധവൻ സ്വർണ്ണ മെഡലുകളടക്കം നേടിയിട്ടുള്ളത്. ദേശീയ താരമായപ്പോഴും സ്വന്തം തൊഴിലായ കള്ളുചെത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മൂവാറ്റുപുഴ കദളിക്കാട് പിരളിമറ്റം ഷാപ്പിലെ കള്ളുചെത്ത് തൊഴിലാളിയായ മധു മാധവൻ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡലുകൾ അടക്കം വാരിക്കൂട്ടിയ അന്തർദേശീയ കായിക താരമാണ്.
ദുബായിൽ നടന്ന ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയ ഏക മലയാളി താരം കൂടിയാണ് ഇദ്ദേഹം. 2019 റൊമാനിയയിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 6ാം സ്ഥാനവും മധു മാധവൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്നാൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയും കൂട്ടുകാരുടെ സഹായം കൊണ്ടുമാണ് ഈ അന്തർദേശീയ താരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 1991 ആദ്യമായി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. 2013 മുതൽ തുടർച്ചയായി ഇദ്ദേഹം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 2019 റൊമാനിയയിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 6ാം സ്ഥാനം കിട്ടി. അത് കഴിഞ്ഞിട്ട് 2023 മെയ് മാസത്തിൽ അജ്മാനിൽ വെച്ച് നടന്ന ദുബായിലെ അജ്മാനിൽ വെച്ച് നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് 2 കൈക്കും ഫസ്റ്റ്, ലെഫ്റ്റും റൈറ്റും ഫസ്റ്റ് കിട്ടി. അതാണ് ഏറ്റവും ടോപ്പിൽ കിട്ടിയേക്കണേ. പഞ്ചഗുസ്തി മത്സരത്തിൽ ഏഷ്യാ തലത്തിൽ തന്നെ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടും ഉപജീവന മാർഗമായ കള്ളുചെത്തിനെ മുറുകെ പിടിക്കുകയാണ് ഇദ്ദേഹം. ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ തൃപ്തനായ മധു മാധവൻ കള്ളുചെത്ത് എന്ന തൊഴിലിലേക്ക് പുതുതലമുറ കടന്നു വരുന്നില്ലെന്നും പറയുന്നു. ശരിക്കും ചെറുപ്പക്കാർ വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെറുപ്പക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റിലെ തന്നെ അവർക്ക് പൈസ കിട്ടണം. ചെത്ത് തൊഴിലിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വന്ന് ഈ തൊഴിലൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പൈസ കിട്ടി തുടങ്ങുള്ളൂ. പിന്നെ ഇത് റിസ്ക് ഉള്ള തൊഴിലാണ്. ഇന്ന് പരമ്പരാഗത തൊഴിലിലൊന്നും നമ്മുടെ പുതിയ തലമുറ വരാൻ താല്പര്യപ്പെടുന്നില്ല. പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം മെഡലുകളും ഇദ്ദേഹം കരസ്ഥമാക്കാറുണ്ട്. പഞ്ചഗുസ്തിയിൽ ഒട്ടേറെ ശിഷ്യന്മാരുള്ള മധു മക്കളെയും പരിശീലിപ്പിക്കുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും പരിശീലനത്തിനുമെല്ലാം പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഈ പരിപാടി നിങ്ങൾ